ഇലക്ഷനൊക്കെ കഴിഞ്ഞെണ്ണ ഒരു സമാധാനമായി. എൻ്റെ പൊന്നേ, ഇനി അവര് 5 കൊല്ലം കഴിഞ്ഞേ വരുവോളോ 5 കൊല്ലത്തിന് ഇടയ്ക്ക് ആൾക്കാരെ കാണുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയാവൂ. അല്ല, നമുക്കിനി അവരെ കാണുമ്പോൾ ചോദിക്കാം. അണ്ണാ വിശക്കണ എടി, ഇവിടെയൊക്കെ നല്ല കട നമുക്ക് അറിഞ്ഞൂടല്ലേ അണ്ണാ. ഒരു അണ്ണ നിൽക്കുന്നു, നമുക്ക് ചോദിച്ചാൽ അതൊക്കെ ചെയ്യണം. അണ്ണാ നമസ്കാരം. അണ്ണാ ഞാൻ എരിവ്, ഇവൻ പുളി. ഇവന് ഭയങ്കര തീറ്റപ്രിയനാണ്, ഇവന് വിശക്കണം. അണ്ണാ ഈ ഏരിയയിലെ നല്ല ഫുഡ് കിട്ടണം, നല്ല എരിവും പുളിയായിട്ടൊക്കെ ഫുഡ് കിട്ടണ കട ഏതുണ്ടെണ്ണ? എരിവും പുളിയും. ആ, എരിവ് വേണം, എരിവ് വേണം, അടിപൊളി ഫുഡും ആയിരിക്കണം. ഈ ഭാഗത്ത് ഒരു കടയുണ്ട്, പോവോ? പിന്നെ എവിടെയാണ്? ഇതോടെ ഇവിടെ നിന്ന് നേരെ പോണം. നേരെ പോകുമ്പോ ഒരു ഇറക്കമുണ്ട്. ഇറക്കത്തിന് ഇടത് സൈഡിൽ ഇടത് സൈഡ് അവിടെ പോയാൽ നിങ്ങൾക്ക് അടിപൊളി ഫുഡാണ്. അല്ല, കടയുടെ പേരെന്തരണ? കടയുടെ പേര് വഴിയോരം. വഴിയോരം കട. പേര് തന്നെ ഒരു വെറൈറ്റി ഉണ്ടല്ലേ? തന്നെ ഉണ്ടല്ലോ. അല്ല, വഴിയോരം കട. ഇത് സ്ഥലത്തിന്റെ പേരെന്തരാണ്? സ്ഥലത്തിന്റെ പേര് മടത്തിക്കോണം. മടത്തിക്കോണം വഴിയോരം കട. അണ്ണാ അടിപൊളി ഫുഡാണല്ലോ അല്ലേ? അടിപൊളി ഫുഡ്. ഓക്കെ, ഞാൻ നിങ്ങൾ ഒരു കാര്യം, നിങ്ങൾ പോയിട്ട് തിരിച്ചോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ശരി, പോരാ. എടേ, നീ വാ, നീ കൂടുതൽ ആലോചിക്കണ്ട, നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം. നീ വാ. അടിപൊളി ഫുഡെന്നല്ലേ പറഞ്ഞിരിക്കണത്? ഡേയ്, നീ ഇതുപോലെ മൂത്രം ഒഴിക്കാൻ പോവും, എന്നിട്ട് നിന്നെ ഞാൻ അന്വേഷിച്ചടക്കേണ്ട ഗതി വരാം. നീ പെട്ടെന്ന് പോയിട്ടോ. അണ്ണാ, ആ സ്ഥലത്തിന്റെ പേരെന്താ പറഞ്ഞ? എടേ, ഞാൻ കൂടെ വരാം. മടത്തിക്കോണം വഴിയോരം കട. നീ ഇപ്പൊ മൂത്രം വെച്ചിട്ട് വരണം. മടത്തിക്കോണം. പൊളി, എടാ പൊളി. അയ്യോ, അവൻ വീണ്ടും പോയാ? ഇതിപ്പം ഒന്നിനും പോയി 2ഉം കഴിഞ്ഞ് വരേണ്ട സമയമായില്ലേ? ഇനി ഇവൻ ഞാൻ അറിയാതെ ആ മടത്തിക്കോണം വഴിയോരം കടയിൽ വല്ല പോയാ? തീറ്റപ്രിയനാണ്, പറയാൻ പറ്റൂല. എന്തായാലും വഴിയോരം കടയിൽ തന്നെ പോയി നോക്കാം. എടാ പുളി. വഴിയോരക്കട, 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 മടത്തിക്കോണം വഴിയോരക്കട. ചിക്കൻ ബിരിയാണി, ചിക്കൻ ഒഴിപ്പരട്ട്, തോരൻ. ഇത് തന്നെ, ഇത് തന്നെ, ഇത് തന്നെ. നമസ്കാരം അണ്ണാ. നമസ്കാരം, നമസ്കാരം. അണ്ണാ, ഇത് തന്നെയാണോ വഴിയോരക്കട? ഇതാണ് വഴിയോരക്കട, മടത്തിക്കോണം വഴിയോരക്കട എന്ന് പറയുന്ന ഇതാണ്. അപ്പൊ ഞാൻ കേട്ടത് ശരി തന്നെയെന്തോ? എന്താണ്? ഇവിടെ നല്ല എരിവും പുളിയുള്ള ആഹാരങ്ങളൊക്കെ കിട്ടും, നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആണ്. നമ്മള് പുളിയല്ലേ? ഞാൻ പുളി. അപ്പൊ എരിവോടെ ഇവിടെ ഒരാളുടെ ഉണ്ടല്ലോ എരിവ്. അതൊക്കെ എനിക്ക് ഞാൻ പോയി കഴിക്കട്ടെ. ധൈര്യമായിട്ടിരിക്കണം. ഇരിക്കണം. അപ്പൊ എന്തൊക്കെ ഉണ്ട് ഇവിടെ? എല്ലാ ഐറ്റവും ഉണ്ട്. നമുക്ക് നാടൻ കോഴി പെരട്ടുണ്ട്, പോത്തിറച്ചിയുണ്ട്, ബീഫുണ്ട്, കപ്പയും ചോറും ഉണ്ട്. കപ്പ മാത്രമായിട്ടും എടുക്കാം. ദോശയുണ്ട്, പൊറോട്ടയുണ്ട്, പുഴമീൻ കറിയുണ്ട്, പുഴമീൻ ഫ്രൈ ഉണ്ട്, പുഴമീൻ തലക്കറിയുണ്ട്, കപ്പയുണ്ട്, ഊണുണ്ട്, ദോശയുണ്ട്, പൊറോട്ടയുണ്ട്, മറ്റേ എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. ഇതെല്ലാം എനിക്ക് തരുമോ? എല്ലാം എടുക്കാം. നമ്മളെല്ലാം കൊടുക്കാനല്ലേ ഇരിക്കുന്നത്. ഇരിക്കാം. നേരത്തെ എന്താ ചോദിച്ചല്ലേ? എരിവ്. എരിവ് എവിടെ? അണ്ണാ, എരിവ് ഇവിടെ എവിടെയൊക്കെ കാണും. അത് വരും. എനിക്കിപ്പോ കഴിക്കണം. ഇരിക്കണം. അപ്പൊ ഞാൻ പോയി കഴിക്കാൻ പോകും. ശരി. എന്നിട്ട് വിശേഷങ്ങൾ വരാം. അപ്പോഴേക്ക് എരിവ് വരും. വന്നാ വന്ന്. എടാ പുളി, ഇവ ഇത് എവിടെ പോയി? ആടേ എന്റെ പുളിയെ നീ കണ്ട? എവിടെയെങ്കിലും കണ്ട? അവൻ പോലും മൈൻഡില്ല. ഒരു കാര്യം ചെയ്യും, അവൻ ആ മടത്തിക്കോണം വഴിയോരം കടയിൽ തന്നെ പോയി കാണും. ഇവിടെയൊന്നും ഇല്ലെങ്കിൽ ഭക്ഷണമെന്ന് കേട്ടാലേ അവൻ അവിടെ എവിടെ ഉണ്ടെങ്കിലും പൊങ്ങിയിരിക്കും. അവരെ കണ്ടുപിടിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ. അണ്ണാ, ഇവിടെ ഒന്നും തന്നില്ല, ഒന്നും ആയില്ലേ അണ്ണാ? കൊണ്ടു. ബീഫ് ഉണ്ടാണോ? ബീഫ് കൊണ്ടുപോകണം. ബീഫ്
നല്ല ചമ്മന്തി, പപ്പടം, ചോറൊക്കെ പിന്നെ മതി, ചമ്മന്തി കൊള്ളാം. ഇതെന്തല്ല ഇത് ബീഫ്, ഇത് പുഴമീൻ. കൊള്ളാം. ഓ, നല്ല എരിവ്, നല്ല പുളി. ആരെങ്കിലും ഒല്ലാത്ത വെള്ളം തരുമോ? ഭയങ്കര എരിവ്. ഓ, പുളിയും ഉണ്ട്. ആരെങ്കിലും ഒല്ലാത്ത വെള്ളം തരുമോ? അയ്യോ വയ്യ. എടാ പുളി, നീ എവിടെയാടാ? വഴിയോരം കട, മടത്തിക്കോണം. ഇവിടെ തന്നെ ഉണ്ടാവും. അയ്യോ, പുഴമീന്, നാടൻ കോഴി പുരട്ട്, കപ്പ, ചോറ്, ഇതെല്ലാം ഉണ്ടെങ്കിൽ എൻ്റെ പുളി ഇവിടെ തന്നെ ഉണ്ട്. എടാ പുളി, എരിവ് കയറി വരുമോന്തോ കാലമാറായി. മനസ്സമാതിരുന്ന് കഴിക്കാനും സമ്മതിക്കൂല അവൻ തന്നെ. ഓ, അടിപൊളി അടിപൊളി. വെള്ളം കഴിച്ചു കൊടുക്കും. ആരെങ്കിലും കുറച്ച് വെള്ളം തരുമോ? ഞാൻ തരാമല്ലോ. നല്ല എരിവും നല്ല പുളിയും. നമ്മുടെ ഇവിടുത്തെ പ്രത്യേകത അത് തന്നെയാണ്. അണ്ണാ, നമ്മളെ എരിവ് ഇവിടെ ഇവിടെ വരണം. കാലമാണ്, വരും വരും. പുളിയും എരിവും, ഓ അടിപൊളി. പൊളപ്പൈ നമ്മളെ എരിവ് തന്നെ. അവൻ വന്ന എന്നെയും കാത്ത് ആക്കാൻ തോന്നും. ഇവിടെ ഇങ്ങനെ എല്ലാം തിന്നും. ഇതിൻ്റെ പകുതി പോലും ഞാൻ കഴിക്കൂല. അവൻ വന്ന് കഴിക്കണ കണ്ട ഓതി തോന്നും. ഞാൻ വിളിക്കാതെ വന്നതിന് വഴക്ക് പറയൂ. അമ്പോ, അവൻ തന്നെ ഇതാ വരണം. അണ്ണാ അണ്ണാ, ഒന്നുമില്ലെങ്കിലും എല്ലാവർക്കും ഈ മടത്തിക്കൊണ്ടുള്ള വഴിയോര കട എല്ലാവർക്കും അറിയാം. എന്നാ എൻ്റെ പാവ പുളിയെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടാ അണ്ണാ? ആ പുളിയല്ലേ തോരുന്ന് വെട്ടി വീഴണത്. എടാ പുളി, നിന്നെ എടാ പുളി, നീ ഒന്നെന്നും പറഞ്ഞ് പോയവനാണ്. ഒന്ന് ഇവിടെയാടാ ഒന്ന്. അതെ, ഒന്നിനു വേണ്ടി സ്ഥലം നോക്കി 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 വന്നപ്പോ വഴിയോര കട കണ്ട്. ഒന്നിവിടെ ആയവൻ ഞാൻ കയറി. അല്ലാതെ നല്ല ആഹാരം ഒന്ന് കേട്ടപ്പോ എടുത്തു ചാടി ഓടിയതല്ലേ. അതാണ് അണ്ണന് ബുദ്ധിയില്ല എന്ന് പറയണത്. ഞാൻ അവിടെ വെച്ച് ആവർത്തിച്ച് ചോദിച്ച വഴിയോര കടയത് സ്ഥലത്തിന്റെ പേര്. എടാ, നീ ഒന്നിന്റെ പോണെന്ന് പറഞ്ഞല്ല പോയത്. അതല്ല ഞാൻ നിന്നെ അവിടെ കാത്തു നിന്നത്. അത് എന്റെ കുറ്റമല്ലല്ലോ, അണ്ണനെ കുറ്റമല്ലേ. ഓ, തീറ്റയെന്ന് കേട്ടാ സ്വന്തം കൂട്ടുകാരുടെ പോലും കളഞ്ഞിട്ട് പോകും. അണ്ണ വേണമെങ്കിൽ ഇരിക്കും. നല്ല ആഹാരം, പൊളപ്പ സാധനമാണ്, ഇരുന്ന് കടി. എടാ, എങ്ങനെയുണ്ട്? അടിപൊളി പറഞ്ഞാൽ ഭയങ്കര എരിവും പുളി. അണ്ണാ, എനിക്ക് കൂടെ പോരട്ട്. മര്യാദക്ക് ഇരുന്ന് കഴിയണ. ഞാനേ ഇതിന്റെ റേറ്റൊന്നും ചോദിച്ചില്ല ഏട്ടാ. എടേ, എല്ലാരും പറഞ്ഞു ഇവിടുത്തെ ആഹാരങ്ങൾ വെളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര റേറ്റ് ആവുന്നു. പക്ഷെ അത്രയൊന്നുമില്ല. സാധാരണക്കാർക്ക് കഴിക്കാൻ ടേസ്റ്റോടെ കഴിക്കേണ്ട ഒരു നല്ലൊരു കടയെന്നാണ് എല്ലാരും പറയണത്. നീ ധൈര്യത്തോടെ കഴിയണേ. പുളി. ഓ അണ്ണാ, എന്തിനുണ്ടോ? സാമ്പാറാ പരിപ്പല്ലോ ഉണ്ടോ? എന്തായാലും അണ്ണാ, ഇത് ഏതെന്നാ സ്ഥലം? ഞാൻ മറന്നുപോയി. എടാ, നമ്മളെ കാട്ടാക്കടയിൽ നെയ്യാർ ഡാം പോകുന്ന വഴിക്ക് പട്ടകുളം എന്നുള്ള സ്ഥലമുണ്ട്. അങ്ങ് പോവല്ലേ? അതിന് മുമ്പ് മടത്തിക്കോണം എന്ന സ്ഥലത്താണ് ഈ സൂപ്പർ ടേസ്റ്റ് കിട്ടണ വഴിയോരം കട. മടത്തിക്കോണം വഴിയോരം. മടത്തിക്കോണം വഴിയോരം. നീ അത് പറഞ്ഞോണ്ടിരിക്കും. ഞാൻ ഇപ്പം മുഴുത്ത തീർക്കും. ഇതിലൊന്നും ഒരു എള്ളു പോലും ഇല്ലെണ്ണ.
അതല്ലേടാ ഇവിടെ ഇത്ര തിരക്ക്, ആൾക്കാർ എല്ലാവരും പറയാൻ കേട്ടിട്ടില്ലേ സൂപ്പർ. ഇവിടെ മീൻകറി ഇല്ലേ അണ്ണാ? മീൻകറി ഇല്ല അണ്ണാ? സൂപ്പർ. ഓ നിങ്ങൾക്കൊക്കെ സൂപ്പർ എന്ന് പറയാ. ഞാൻ തിന്നാത്ത സാധനങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിച്ച് തിന്നും. സൂപ്പർ. ബീഫ് എങ്ങനെയാ? അടിപൊളി അടിപൊളി. പൊളപ്പൈ. ചിക്കനും മീനും എല്ലാം സൂപ്പർ. ഇത് പൊളപ്പൈ. പോത്ത് ഇതിലൊന്നും ഈ സാധാ നല്ല നമ്മുടെ ഒറിജിനൽ എണ്ണയിൽ തന്നെ അല്ലേ ഇതൊക്കെ ചെയ്യണത്? പിന്നെ നമുക്ക് അണ്ണാ അണ്ണാ ഇതൊക്കെ എന്തിന് എണ്ണയിലാണ് ചെയ്യണത്? നമ്മൾ തനി വെളിച്ചെണ്ണ. തനി വെളിച്ചെണ്ണോ? ഇപ്പൊ മില്ലിന്നാണോ? അതാണ് ടേസ്റ്റ് കേട്ടാ. മുളക് മല്ലി എല്ലാം മേടിച്ച് പൊടിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ആഹാ. നമുക്ക് കാണുന്ന കറി എല്ലാം ഇതിലാണെങ്കിൽ വാങ്ങിച്ച് പൊടിക്കും. അണ്ണാ അതുകൊണ്ട് അടിപൊളി ടേസ്റ്റ് എല്ലാത്തിനും. അണ്ണാ എനിക്കൊരു പപ്പടം കൂടെ തരൂ. ഓ എൻ്റെ പുളി സൂപ്പറായിരുന്നു അണ്ണാ. അടിപൊളി ഭക്ഷണം. എങ്ങനെയുണ്ട്? എരിവും ഉണ്ട് പുളിയും ഉണ്ട്. സൂപ്പറായിരുന്നു അല്ലടാ? പോളപ്പൻ. അപ്പോൾ ഞങ്ങളെ ആൾക്കാരോട് ഞങ്ങൾ പറയും എന്തിനാന്നറിയാമോ? ഇതെവിടെയെന്നറിയാമല്ലേ? അതായത് കാട്ടാക്കടയിൽ നിന്ന് നെയ്യാർദാം പോകുന്ന വഴിക്ക് പട്ടകുളം ജംഗ്ഷനിലോട്ട് പോവല്ലേ, അത് എത്തുന്നതിന് മുമ്പേ മടുത്തുക്കോണം എന്ന സ്ഥലത്താണ് വഴിയോരക്കട. അണ്ണാ എരിവും പുളിയും ഞങ്ങൾക്ക് അണ്ണ ആവശ്യം പോലെ തന്നു, ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞ്. അതുകൊണ്ട് ഇതാ അല്പം മധുരം നമ്മളെ ചേട്ടൻ തിക്കട്ടെ മാറ്റോ. അയ്യേ ഇത് എൻ്റെ എടാ പുളി.